എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലത്തെ മോർണിംഗ് വാക്ക് സ്റ്റാർട്ട് ചെയ്തു. ശാസ്താംകോട്ട കായലിൻ്റെ തീരത്തൂടുള്ള നടത്തയാണ്. അത് കഴിഞ്ഞ് കോളേജ് ഗ്രൗണ്ടിൽ ഇത് അമ്പലത്തിലോട്ടുള്ള ചവിട്ടുപടിയാണ്. ഇത് ആറാട്ടുകടവ്, അമ്പലത്തിൻ്റെ ആറാട്ടുകടവാണ് ശാസ്താംകോട്ട കായലിൻ്റെ. ഇവിടെ കുറച്ച് അധികം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കടമ്പ്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല, കടമ്പ്. അതുപോലെ ഇത് നാഗലിംഗ മരമാണ്. നാഗലിംഗ മരം. നീർപ്പേഴ എന്ന് പറയുന്ന ഒരു മരമാണിത്. അടുത്തത് ഇത് കരിമരം. ഇതെല്ലാം ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ഗുണങ്ങളുള്ള ചെടികളും മരങ്ങളുമാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ എൻവയോൺമെൻറ്റ് ഡേയിൽ വെച്ച് പിടിപ്പിച്ചാണ്. പാരിജാതം, വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള അവിടെ വരുന്നവർക്ക് ഇരിക്കാനും അവർക്ക് വിശ്രമിക്കാനുള്ള ഒരു സംവിധാനം, സെറ്റപ്പാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ആറ്റിലിപ്പ എന്ന് പറഞ്ഞൊരു മരം, പഴയ കാലങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിച്ച മരങ്ങളാണിത്. എല്ലാ വീടുകളിലും, മിക്ക വീടുകളിലും വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങളായിരുന്നു ആറ്റിലിപ്പ. ഇപ്പോൾ കാണാനില്ല, അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. കൊല്ലം ജില്ലയുടെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് ശാസ്താംകോട്ട കായൽ. അതിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. ഇത്ര മനോഹരമാണ്. എല്ലാവരും നമ്മളെ ഇടുക്കിയും വയനാടും മൈസൂരൊക്കെ തേടി പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇത്ര മനോഹരമായ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇങ്ങനെ വിശാലമായിട്ട് പരന്നൊഴുകുകയാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള രാവിലത്തെ ആ ഒരു നടത്ത എത്ര മനോഹരം. രാവിലെ ഇത് കൊരമ്പുല്ലാണ്. ഇത് മുളകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സൈഡിൽ. വളരെ ഭംഗിയുള്ള മുളകളാണ്. പല വെറൈറ്റി, പലതരത്തിലുള്ള മുളകളുണ്ട്. ഇവിടുന്നാണ് കടത്ത് ആരംഭിക്കുന്നത്. ഇന്നും കടത്തുള്ളൊരു അധികം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊരു ഭാഗമാണ് ഇവിടെ. അക്കരെ നിന്ന് കാണുന്നുണ്ട്. ആ കാണുന്ന അക്കരെ നിന്ന് ഇക്കരയ്ക്ക് വരാൻ ഉള്ള പ്രധാനപ്പെട്ട കടത്താണ്. ഇപ്പോൾ ഇവിടെ വള്ളങ്ങളൊന്നുമില്ല, എങ്കിൽ തന്നെ അങ്ങേ സൈഡിൽ കണ്ട വള്ളങ്ങൾ അവിടെ വിശ്രമിക്കുകയാണ്. ആളുകൾ വരുമ്പോൾ അതിക്കര കൊണ്ടുവിടും. പിന്നെ മേൽഭാഗത്താണ് ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം ഇതിൻ്റെ മേൽഭാഗത്താണ്. അതായത് താലൂക്ക് ഓഫീസ്, കോടതി, പിന്നെ കോളേജ്. ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ഒരു കയറ്റം കയറി ചെല്ലുമ്പോഴാണ് കോളേജ് ഗ്രൗണ്ട് ആരംഭിക്കും. അവിടെ നിന്നാണ് നമ്മുടെ രാവിലത്തെ
എക്സസൈസൊക്കെ ആരംഭിക്കുന്ന അവിടെ നിന്നാണ്. അത് കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ കൂടി തിരിച്ചു പോകും. എന്നാലും വീഡിയോ അധികം നീട്ടുന്നില്ല. ഇത് ഇനിയുണ്ട്, ഒരുപാടുണ്ട്. എല്ലാവർക്കും ശുഭദിനം.